എന്താ വാട്ടർഫോൾ ഉണ്ട്? എന്താ എന്റെ അഭിപ്രായം? വെള്ളമില്ല, മോളിൽ പമ്പ് ചെയ്യേണ്ടി വരും. എന്തിട്ട് പരിപാടി മക്കളെ? അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് ഇതാണ് റൂം ഉണ്ടായിരുന്നതിൻ്റെ അപ്പുറത്ത്. സൈക്കിളൊക്കെ സെറ്റായി അങ്ങനെ അവരവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ആദ്യം പറഞ്ഞിരുന്ന റൂമിൽ സൈക്കിൾ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ റൂമിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം അഷ്കർ കോൺടാക്ട് ചെയ്തിട്ട് ഒരു മലയാളി നമ്പർ കിട്ടി. അപ്പോൾ ആൾ പറഞ്ഞു ആളുടെ അവിടെ വെച്ചോന്ന്. ഇപ്പോൾ ഇവർ പറഞ്ഞത് ചെറാപ്പുഞ്ചാറ് റൂട്ടിലേക്ക് പോയിട്ട് അവിടെ 2 ദിവസം നിന്നിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ സൈക്കിളോടെ സെറ്റാക്കി വെച്ച് നിൽക്കും, ഓക്കെ ആയില്ലേ. അങ്ങനെ ഇപ്പോൾ ആളുടെ ലൊക്കേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ശരി, ഇവിടെ നല്ല ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവർ ഇതാ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്, സാധനങ്ങൾ കൈ പിടിച്ചിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ വെച്ചിട്ട് പിള്ളേർ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്, സെറ്റാണ്. ഇനി ഇവിടെ നേരെ ചിറാപ്പൂഞ്ചി പോവാണ്. സൈക്കിൾ വയ്ക്കാൻ പോയപ്പോൾ കുറേ മലയാളി ചേട്ടന്മാരും നടന്നു അവിടെ. എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട് ഇവിടെ. റോഡ് മുറിഞ്ഞ് നടക്കട്ടെ. അങ്ങനെയാണ് കാര്യങ്ങൾ. പിള്ളേരൊക്കെ സെറ്റായിട്ട് ഇപ്പം നേരെ ചിറാപ്പൂഞ്ചി. റോട്ടിൽ വേണ്ട നിർത്തട്ടോ. ഓണ വഴിയൊക്കെ സീനാണല്ലേ. ഓ നല്ല കയറ്റാറുണ്ട്. ഇവര് ഇറക്കാന്ന് പറഞ്ഞിട്ട് സൈക്കിൾ വെച്ചാൽ പെട്ടുണ്ടായി കോഴിക്കോടൊക്കെ. എത്ര നേരം പിടിക്കുന്ന അറിയത്തെ. ഊരി എങ്ങനെയുണ്ട്? എത്ര കൊടുക്കാം മാർക്ക്? നമുക്കൊരു 10-ൽ 7 കൊടുക്കാം. 10-ൽ 20 കൊടുക്കാന്നില്ല. 10-ൽ 7 കൊടുക്കാം. 10-ൽ 20 പൊളിക്ക് കൊടുത്തേ. ഒരെണ്ണത്തിനാണ് കൈ പിടിച്ചോടാ. തട്ടി പോകുമ്പോണ്ട് പോവാ. മേഘാലയ സ്പെഷ്യൽ രീതി വരുന്നുണ്ട്. ചായ ഞാൻ ഈ ഗുജറാത്തിലൊക്കെ വന്നപ്പോഴേ, ഗുജറാത്തിലൊക്കെ അല്ലേ പോലെ ഈ സാധനം മാത്രം കഴിക്കുള്ളൂ. ഷിലോങ്ങിന്റെ ടൗണ് മോളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ലേ. വെറുതെ കയറും വഴിക്കുള്ള വ്യൂ ആട്ടല്ലേ. നല്ല ബ്ലോക്കുണ്ട് ഇവിടെ പോയിരിക്കുന്നത്. തൃശ്ശൂരാണ്. നീ ചാട്, ഞാൻ വീഡിയോ എടുക്ക. അങ്ങനെയല്ല, അപ്പുറത്തേക്ക് ചാട്. ആദ്യമേക്ക് ചാടിക്കോ. എന്റെ ഒപ്പം കമ്പനിക്ക് ചൊണ്ടി കാര്യമില്ല. ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് എന്തോ പുൽമൈതാനം എന്തൊക്കെയുണ്ട്. ഫുള്ള് വൃത്തിയായിട്ടാണോടാ. കേരളത്തിൽ നിന്ന് അറിയുള്ള കോഴിക്കോടുള്ള 2-3 പിള്ളേരാണ് പോയില്ലേ അമ്മോ. ചിറാപ്പൂഞ്ചി പോണ വഴിക്കുള്ള റോഡ് മൊത്തം ഭയങ്കര സീനാട്ടാ. ഇവിടെ ഉരുൾപൊട്ടിയിട്ടുള്ളതുകൊണ്ടല്ലേ, ഇവിടെ മൊത്തം പൊളിഞ്ഞുകൊണ്ട്. ഇത് ഉരുൾപൊട്ടിയിട്ടുള്ളത് തന്നെയാണ്. പൊട്ടിയിട്ടുള്ളത് തന്നെയുണ്ട്. അല്ല പൊട്ടിയിട്ടുള്ളതാണ്. അപ്പുറത്തൊക്കെ പൊട്ടി പൊളിഞ്ഞുള്ളത് തന്നെ.
അല്ല ഇത് പറയാൻ പറ്റില്ല, ചിലപ്പോ റോഡിന്റെ വീതി കൂട്ടാൻ വേണ്ടിട്ടേ അത് ആയിരിക്കും. പക്ഷെ ഇത്ര വീതി മാത്രമായിട്ട് റോഡിന്റെ വീതി കൂട്ടില്ല. ആ അവിടെയൊക്കെ മൊത്തം ഉരുൾ പൊട്ടി കണ്ടില്ലേ. മുപ്പത്തഞ്ചിലാണ് റോഡിന്റെ പോവാൻ. അതൊക്കെ പൊട്ടിയാണുള്ളതാ. പൊട്ടിയാണ് തീനെ എത്തോരം പൊട്ടിയത്. ആ വഴിയാണ്, സെയിം വഴിയാണ് പറഞ്ഞു, വേറെ വഴിയൊന്നുമില്ല. അതല്ല കഴിഞ്ഞോ? നേരെ റൂട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. നേരെ റൂട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഇത് വയറ് സീന വഴിക്കുള്ള കാഴ്ചകളോ എനിക്ക് എന്ത് രസം നോക്കിയല്ലോ മല അതിൻ്റെ ഉള്ളിലും. ആ നേരെ സൈക്കിൾ വണ്ടി കുടുങ്ങിയതല്ലേ. പാർക്കിങ് കാടില്ലേ അതിൻ്റെ ഉള്ളിൽ കറങ്ങാൻ സ്ഥലം കണ്ടിട്ടുണ്ടോ? ആൾക്കാർ ഇറങ്ങി പോണ്. അവൻ്റെ ഉപ്പ് വാങ്ങാണെന്ന് പറഞ്ഞാൽ അതാടാ ഉപ്പിലിട്ടത്. പറയല്ലേ, എന്നിട്ട് പറയാൻ ആൾക്കാർ ചാടണതാവില്ല, അത് ചാടി എളുപ്പാവില്ല ഇത്. പക്ഷെ ഈ മല ഇത് ഭയങ്കര സൈഡില് കാണുന്നത്. ഋഷിയേശിലാണ്, ഉത്തരാഖണ്ഡിലാണ് ഏറ്റവും വലുതുള്ളത്, ഹൈറ്റ് കൂടുതലുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ ഏറ്റവും ഹൈറ്റ് കൂടുതൽ എവിടെയാ? ഇവിടെ പറഞ്ഞു കേട്ടോ, എനിക്ക് അറിയില്ല. അടിക്കുമ്പോ എങ്ങനെ ഒരു കുറച്ചുകൂടെ തന്നെ.
ടെൻ്റ് അടിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. ഇവിടെ ഒന്നും ക്യാമ്പ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നവർ. പറ്റില്ലാന്ന് ഇവിടെ കിട്ടണേ നല്ല സുഖം തന്നെയാ. പക്ഷെ സമ്മതിക്കില്ലാന്ന് പറഞ്ഞ തള്ളി കാശ് വാങ്ങിക്കുന്നത്. കാണാതിരിക്കാൻ വരുന്ന സ്ഥലമല്ലടാ ഇവരെങ്ങനെ അവർ കാണും. പിള്ളേര് കണ്ട കോൺക്രീറ്റ് ആയിട്ടുള്ള വഴിയുടെ ചെറുത് ചെറിയൊരു ഗ്രാമത്തിൽ റോഡ് മൊത്തം കോടാ മഞ്ഞല്ലേ. ഫുള്ള് കോടയില്ലേ. പൊഞ്ചി പോണ വഴിക്കുള്ള കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല അല്ലേ. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഹോം സ്റ്റേ പോലത്തെ ഹോം സ്റ്റേ അല്ലത് വീടുകളാണ് ഇതൊക്കെ. ടൂറിസ്റ്റുകൾ മൊത്തത്തിൽ കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. ഭയങ്കര അത് ഇത്ര വലിയ ഫേമസ് ആണെന്നുണ്ട്, പക്ഷെ ആൾക്കാരൊന്നും കാണാനില്ല. ഇവിടെ അവിടെ പോയിട്ടൊന്നും കാണാനില്ല. അതുകൊണ്ട് അവിടെ എത്തി കഴിഞ്ഞിട്ടേ ഒന്നും കിട്ടിയില്ലേ പെട്ടുപോള്. ഇനി വല്ല പോയാൽ ഒന്നും കാണില്ല. നിർത്താട്ടാ.
നീ എടുക്കണ്ട എന്തെങ്കിലും എടുക്കണ്ടില്ല നീ കണ്ടാ ചിറാപ്പൂഞ്ചിന്റെ മെയിൻ ഗ്രാമങ്ങളാണുള്ളത്. മോന്തൊക്കെ പോയാണെങ്കിൽ വയ്യ അതുകൊണ്ട് തന്നെ റൂമൊക്കെ കണ്ടാ അവിടെ ബീഹാറുണ്ട് ആർക്കേം എല്ലായിടത്തും ഹോം സ്റ്റേ ആണ് നോക്കി ഹോം സ്റ്റേ ഇല്ല ഹോം സ്റ്റേ ചെറിയ ചെറിയ ഗ്രാമങ്ങളാട്ടത് മൊത്തം ആകെ 2 റൂമുള്ളത് ഉള്ളിലത്തെ വീടുകളൊക്കെ നല്ല രസമുണ്ടല്ലോ അതൊക്കെ സ്വന്തം വീടുകളൊക്കെ ഒക്കെ ഓരോരുത്തരുടെ വീടുകളുണ്ട്. ഇത് നല്ല ഇത് ഓറഞ്ചിനോട്ടത് ഓറഞ്ചിന് എന്തൊരു സാധനം ഇത് അറിയില്ല നല്ല രസമായിട്ട് അതിനുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നുണ്ട്. ഭക്ഷണം കഴിക്കാം പെയിന്റ് പണിക്കാർ ഭക്ഷണം കഴിക്കാം. ഇവിടെ എവിടെയുണ്ടാണ് ഇതാണാ ഇതൊന്നും കാണാല്ല ഇത് കോടേജ് അവിടേക്കാണോ ഇവിടെയാണോ വെള്ളച്ചാട്ടം അവിടെ ഒരെണ്ണം കാണാണ്ട് ചെറുത് ഇത്ര ഉള്ള വെള്ളം പറ്റിക്കപ്പെട്ട നമ്മള് വെള്ളച്ചാട്ടം കാണാല്ലേ കാശ് നോക്കട്ടെ വണ്ടി അവിടെ വല്ല സൈഡാക്കിയ വണ്ടി സൈഡാക്കൂ നോക്കി നോക്കാം നമുക്ക് എന്തായാലും. അങ്ങനെ നമ്മള് ഈ വാട്ടർഫോളിന്റെ പേരില്ല ഈ ചനന്ന് വേണ്ട ഈ ഇതിന്റെ പേരെന്താ വാട്ടർഫോൾ കാ നാം ക്യാ ഹൈ? സെവൻ സിസ്റ്റേഴ്സ്. ആ നമ്മള് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോളിന്റെ അവിടെ എത്തിയിട്ടാ. പക്ഷെ എന്താ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഒരു തരി വെള്ളമില്ല. ആ ഒരെണ്ണം കണ്ട് കാണാണ്ട് വേറെ ഒന്നുമില്ല. 1.5 വ്യൂ പക്ഷെ ഒരെണ്ണത്തിലും വെള്ളമില്ല. അങ്ങനെ ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ. എന്താണ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം? അവിടുന്ന് ഇത്ര ദൂരം വന്നിട്ടുള്ള ഒരു ഗുമ്മില്ലാന്നില്ലേ? ആ നോക്കി വരണ്ട് കിടക്കുക അതൊക്കെ 1, 2, 3 എണ്ണത്തിൽ വെള്ളം വീണ്ടില്ലേ? ആ എന്താ സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ ഉണ്ട് എന്താ എന്റെ അഭിപ്രായം? വെള്ളമില്ല, മുകളിൽ നിന്ന് പമ്പ് ചെയ്യേണ്ടി വരും. വെള്ളം ഉണ്ടെങ്കിൽ അതിൽ സൈഡിന്ന്, പക്ഷെ വെള്ളമില്ല, മഴയില്ല അവിടെ. പക്ഷെ കോട മാത്രം ഉണ്ട് ഇവിടെ, വേറൊരു ടാങ്കില്ല. അപ്പോ ഇത് പാളിപ്പോയി, നമുക്ക് അടുത്തേല് പിടിക്കുക, വേറെ വാട്ടർഫോളിൽ പിടിക്കുക. അപ്പൊ ആരും പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങോട്ട് വരണ്ട കേട്ടാ, വെള്ളമില്ല കേട്ടോ അവിടെ. ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോളിന്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? പക്ഷേ വ്യൂ ചതിച്ചു മക്കളെ, എളുപ്പമല്ല.
ഒരിക്കലും വ്യൂ ഇല്ല. ചേട്ടൻ ഫുള്ള് തിരക്കിലാണല്ലോ. ഫുള്ള് ബിസിയാണല്ലോ ചേട്ടൻ. ആ മൂഞ്ചിയോന്നാ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മൂഞ്ചി. ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, ഒരു വ്യൂ ഇല്ല, ഒന്നുമില്ല. കുറച്ച് കോട കിട്ടി എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് നല്ല മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രം വരിക, അല്ലാണ്ട് വേറെ ഒരു കാര്യം. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടാട്ടാ 4 ആൾക്കാര് കേരള വണ്ടിയിൽ വന്നിട്ടുള്ളതാ. ഓൾ ഇന്ത്യ എക്സ്പ്രഷൻ മേഘാലയയിൽ വെച്ച് മീറ്റ് ചെയ്താ. കണ്ടില്ലേ? വണ്ടിയൊക്കെ എടുത്തിട്ട് ഒരു MT ഒരു ഡ്യൂക്ക് കൊണ്ടുവരില്ലേ. കണ്ടില്ലേ? 4-5 ആൾക്കാരുണ്ട്. ഒരു 4 പേര്, 3 വണ്ടിയാണ്. ഒരു വണ്ടി എടുത്തിട്ടില്ല പറഞ്ഞാൽ അവിടെ ചെല്ലാം പറഞ്ഞാൽ. നമുക്ക് ഇപ്പൊ 2 മണി, ഒരു 2.5 മണിക്കൂർ കൂടെ ലേറ്റ് ഉണ്ടാവും. ഡബിൾ ഡക്കറേ, സിംഗിൾ ഡക്കർ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. അത് ഡബിൾ ഡക്കർ കയറി എത്തണമെന്ന് കുറച്ച് സമയം പിടിക്കുന്ന പറഞ്ഞേട്ടാ. ട്രക്ക് ചെയ്യാണ്ട് പറഞ്ഞ കുറച്ച്. സിംഗിൾ ഡക്കർ ആണ് ഇവിടെ അടുത്തെന്ന് തോന്നുന്നില്ല. അങ്ങനെ പരിപാടി മക്കളെ. അങ്ങനെ ഇവിടെ വന്നിട്ട് മൂഞ്ചി. അപ്പം ഇനി ഇവിടുന്ന് പോവാണ്. അപ്പോൾ അടുത്ത പരിപാടി പിടിക്കഴിഞ്ഞ്